വിരലൊടിഞ്ഞ ക്യാപ്റ്റൻ സഞ്ജു സാംസൺ ഒരു വശത്ത്, ഒടിഞ്ഞ കാലുമായി വീൽ ചെയറിൽ ഗ്രൗണ്ടിലെത്തുന്ന കോച്ച് രാഹുൽ ദ്രാവിഡ് മറുവശത്ത്. എന്താ അല്ലേ? ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ രാജസ്ഥാൻ റോയൽസ് എക്കാലവും മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു തുടക്കമായിരിക്കും 2025-ലേത്. ആദ്യ 2 മത്സരവും റിയാൻ പരാഗിന് കീഴിൽ തോറ്റു തുടങ്ങിയ പിങ്ക് ആർമിക്ക് സീസണിൽ ബഹുദൂരം മുന്നോട്ട് സഞ്ചരിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ സീസണുകളിലെല്ലാം നായകൻ സഞ്ജുവിന് കീഴിൽ പോരാടാൻ ഇറങ്ങുമ്പോൾ ഒരു ശരാശരി ടീമായ രാജസ്ഥാൻ റോയൽസ് പുറത്തെടുത്തിട്ടുള്ളത് അസാധാരണമായ ടീം ഗെയിമായിരുന്നു. 2022-ൽ രാജസ്ഥാനെ IPL ഫൈനലിൽ എത്തിച്ച ചരിത്രം ചൂണ്ടിക്കാട്ടാനുണ്ട് സഞ്ജു വിശ്വനാഥൻ സാംസൺ എന്ന ഈ പുല്ലുവിളക്കാരന്. തിരുവനന്തപുരം വിഴിഞ്ഞത്ത് നിന്ന് 7 കിലോമീറ്റർ മാറി പൂവാറിനും കോവളത്തിനുമിടയിലുള്ള ഒരു ചെറുഗ്രാമമാണ് പുല്ലുവിള. കാൽപന്ത് കളിയെ ജീവവായു പോലെ സ്നേഹിച്ചൊരു പോലീസുകാരന്റെ മകനാണ് കാരിരുമ്പിന്റെ കരുത്തുള്ള ഈ 30-കാരൻ. വെല്ലുവിളികളെ ചെറുപുഞ്ചിരി കൊണ്ട് നേരിടുന്ന ക്യാപ്റ്റൻ കൂൾ ധോണി സ്കൂളിൽ നിന്നും കളി പഠിച്ചിറങ്ങിയ മലയാളി പയ്യനാണ് സഞ്ജു. കളിക്കളത്തിലും പുറത്തും മിതത്വം ശീലിച്ചവൻ. നിരവധി ICC കിരീടങ്ങളിലൂടെ 140 കോടി ജനതയെ ആവേശത്തിലാഴ്ത്തിയ MS ധോണി എന്ന ഇതിഹാസത്തെ സ്വയം മാതൃകയാക്കുന്ന ഈ വിക്കറ്റ് കീപ്പർക്ക് മഹിഭായി പോലെ വിക്കറ്റിന് മുന്നിലും പിന്നിലും തിളങ്ങാനാണ് താല്പര്യം. ക്യാപ്റ്റന്റെ റോളിലായിരിക്കുമ്പോൾ ഐസ് പോലെ കൂളും. യശസ്വി ജയ്സ്വാളിനൊപ്പം ഓപ്പൺ ബാറ്റിംഗിന് ഇറങ്ങുമ്പോൾ ചുമ്മാ തീയുമാണ് സഞ്ജു എന്ന ഈ ഫയർ ബ്രാൻഡ്. ഒരിക്കൽ IPL-ൽ സഞ്ജുവിനോട് കോർത്ത് കൈപൊള്ളിയ അനുഭവമുണ്ട് ഗുജറാത്തിന്റെ മുൻ നായകൻ ഹാർദിക് പാണ്ഡ്യയ്ക്ക്. അന്ന് ഒരു കാര്യവുമില്ലാതെ തന്നെ സ്ലെഡ് ചെയ്ത പാണ്ഡ്യയ്ക്കുള്ള മറുപടി തീക്ഷ്ണമായൊരു നോട്ടത്തിൽ സഞ്ജു ഒതുക്കിയെങ്കിലും പിന്നീട് അങ്ങോട്ടേക്ക് അനുഭവിച്ചത് ഗുജറാത്തിന്റെ പേരുകേട്ട ബൗളിംഗ് പടയായിരുന്നു. T20 സ്പെഷ്യലിസ്റ്റും സ്പിൻ മാന്ത്രികനുമായ റാഷിദ് ഖാനെ അടക്കം തുടരെ അതിർത്തി വരയ്ക്കപ്പുറം സിക്സർ പായിച്ച് സഞ്ജു സാംസൺ ഹാർദിക്കിന് ഉചിതമായ മറുപടി നൽകി. പോരാട്ട വീര്യത്തിന്റെ മറ്റൊരു പേരാണ് സഞ്ജു സാംസൺ എന്നത്. IPL തുടങ്ങിയിട്ടേയുള്ളൂ. സഞ്ജുവിന്റെ തീപ്പൊരി ബാറ്റിങ്ങും നേതൃമികവും ഇനിയും നമ്മൾ കാണാനേറെ ബാക്കി കിടക്കുകയാണ്. ലൈഫ് ഈസ് ടഫ് സഞ്ജു, സോ അസ് യു ആർ. സഞ്ജു ടീമിലുണ്ടെങ്കിൽ രാജസ്ഥാൻ റോയൽസിന്റെ ഒരു മാച്ച് പോലും മലയാളികളായ IPL ഫാൻസ് മിസ്സാക്കാറില്ല. അത് മലയാളികൾക്ക് അയാളിലുള്ളൊരു പ്രതീക്ഷയാണ്. സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരായ ആദ്യ മത്സരത്തിൽ 280-ന് മുകളിൽ ഒരു സ്കോർ ചേസ് ചെയ്യുമ്പോൾ മുൻനിര വിക്കറ്റുകൾ വീണിട്ടും സഞ്ജു മുന്നിൽ നിന്ന് നയിച്ചൊരു പോരാട്ട മികവുണ്ട്. അത്തരത്തിൽ ഹൈ ഇന്റൻസിറ്റി ത്രില്ലർ പോരാട്ടമാണ് ഇനി കാണേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇടയ്ക്കൊക്കെ ടീം തോറ്റാലും സാരമില്ല, പോട്ടേന്ന് നമ്മൾ ഫാൻസ് കരുതും. ജോസ് ബട്ട്ലറും ട്രെന്റ് ബോൾട്ടും രവിചന്ദ്രൻ അശ്വിനും വിക്കറ്റ് ടേക്കർ യുസ്വേന്ദ്ര ചഹലും ഒക്കെ അടങ്ങിയ ആ പഴയ റോയൽസ് ചോരയല്ല ഇപ്പോൾ രാജസ്ഥാന്റെ ഞരമ്പുകളിലൂടെ ഓടുന്നത്. താരതമ്യേന അനുഭവ സമ്പത്ത് കുറഞ്ഞൊരു ഇന്ത്യൻ യുവനിരയാണ് സഞ്ജുവിന്റെ കൂടാരത്തിലുള്ളത്. ഒരു കാര്യം വ്യക്തമാണ്, ടീമിന്റെ വിഷൻ ദീർഘവീക്ഷണമുള്ളത് തന്നെയാണ്. പക്ഷേ ഈ വൈനിന് വീര്യം കൂടാൻ ഒത്തിരി കാലമെടുക്കുമെന്നതാണ് പ്രധാന പോരായ്മ. RRന്റെ അളയിലുള്ള പാമ്പുകൾക്കൊന്നും എതിരാളികളെ സഡനായി കൊന്നു തള്ളാനുള്ള ശേഷിയില്ല. സന്ദീപ് ശർമ്മയെയും ജോഫ്ര ആർച്ചറെയും ഹസരംഗയെയും ഒഴിച്ചു നിർത്തിയാൽ ബൗളിംഗ് യൂണിറ്റിനും വേണ്ടത്ര പ്രഹരശേഷി പോരാ. ഒരു വിന്നിംഗ് ടീം കോമ്പിനേഷൻ നിലനിർത്തുന്നതിൽ കാര്യമായ ആശയക്കുഴപ്പങ്ങളുണ്ട് താനും. യശസ്വി ജയ്സ്വാൾ, റിയാൻ പരാഗ്, ഹെറ്റ്മെയർ തുടങ്ങിയ മാച്ച് വിന്നർമാരുടെ ലേസി ആറ്റിറ്റ്യൂഡിലും കാര്യമായ തകരാറുകൾ നിലനിൽക്കുന്നു. റോയൽസിന്റെ തട്ടകത്തിൽ ഫോമിലല്ലാത്ത റൺ മെഷീനുകൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ ഫോമിലേക്ക് ഉയരേണ്ടത് ടീമിന് വിന്നിംഗ് മൊമെന്റം സമ്മാനിക്കുന്നതിൽ നിർണായകമാണ്. കുമാർ സംഘക്കാരയ്ക്ക് കീഴിലാണ് സഞ്ജു നേരത്തെ രാജസ്ഥാനെ നയിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ സംഘക്കാരുടെ സ്ഥാനത്ത് മുൻ ഇന്ത്യൻ കോച്ചായ രാഹുൽ ദ്രാവിഡാണുള്ളത്. സംഘക്കാരെ പോലെ താരങ്ങൾക്ക് വലിയ സ്വാതന്ത്ര്യം നൽകുന്ന പരിശീലകനല്ല ദ്രാവിഡ്. തൻ്റെതായ പദ്ധതികൾ ടീമിൽ നടപ്പിലാക്കാൻ കൃത്യമായി ശ്രമിക്കുന്നയാളാണ് അദ്ദേഹം. ദ്രാവിഡിന്റെ ഈ പദ്ധതികളെ എങ്ങനെയാവും സഞ്ജു നടപ്പിലാക്കുക എന്നതാണ് വലിയ ചോദ്യം. RRന്റെ തുടക്കം അങ്ങനെ ആയിരുന്നില്ല. ഇനിയാണ് കളി മാറേണ്ടത്. സഞ്ജുവിന്റെ ക്യാപ്റ്റൻസി നിർണായകമാകുന്നത് ഇവിടെയാണ്. ഓരോ നീക്കത്തിലും നായകൻ സഞ്ജു കൂടുതൽ സൂക്ഷ്മത പുലർത്തേണ്ടതുണ്ടെന്ന് ചുരുക്കം. സഞ്ജുവിന് കഴിഞ്ഞ തവണത്തേതുപോലെ ഇത്തവണ നായകന്റെ റോൾ എളുപ്പമാവില്ലെന്ന് ഉറപ്പാണ്. ആരാധകർ വലിയ പ്രതീക്ഷയോടെയാണ് സഞ്ജു സാംസന്റെ തിരിച്ചുവരവിനെ ഉറ്റുനോക്കുന്നത്. ടീമിനെ 2ാം കിരീടത്തിലേക്ക് എത്തിക്കാൻ സഞ്ജുവിന് സാധിക്കുമോ എന്ന് കാത്തിരുന്ന് കാണാം.